മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സ്വാതിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു കല്യാണ ആൽബമൊക്കെ ഒന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും കല്യാണ ആൽബം ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ. പക്ഷേ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പല റിക്വസ്റ്റുകളും നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ അതിനെയൊക്കെ മാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ ചാനൽ ചെയ്യുന്നതാണെങ്കിലും അത് ഒരു തമാശയ്ക്ക് വേണ്ടിയൊന്നുമല്ല ചെയ്യുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഇന്നോ നാളെയോ എന്നല്ല, എന്നെങ്കിലും ഒരു വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്ന ഒരു ജോലി അത്രയും ആത്മാർത്ഥതയോടുകൂടെ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കണ്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന് വെക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങളാണ് എൻ്റെ ഒരു ബലം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്നത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് വ്യൂസ് കയറുന്നതും പിന്നെ അത് ചിലരെങ്കിലും അത് ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റുകളൊന്നും എനിക്ക് കണ്ടില്ല എന്ന് വെക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നമ്മുടെ കല്യാണ ആൽബം ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് കല്യാണ ആൽബം അല്ല, ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ആൽബമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ കല്യാണ ആൽബം. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് മാരേജിൻ്റെ ആൽബം കാണാം. അപ്പോൾ ഞാനിത് ആ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും എടുത്തൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ കാണിച്ചാലും നിങ്ങൾക്ക് അറിയില്ലല്ലോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും തന്നെ. അപ്പോൾ അച്ഛനെയും അമ്മേനെയും ബ്രദറിനെയും ഹസ്ബൻഡിനെയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് മാരേജിൻ്റെ അപ്പോൾ അച്ഛനെ അമ്മേനെയൊക്കെ കണ്ടില്ലേ, അവരൊക്കെ വളരെ ചെറുപ്പമായിരുന്നു കേട്ടോ അന്ന്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചേട്ടന് നല്ല വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. ചേട്ടന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ചേട്ടൻ്റെയും ഞാനും ചേട്ടൻ നിൽക്കുന്നതിൻ്റെ താഴെയുള്ളത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ, അമ്മയുടെ അമ്മയാണ്. അപ്പോൾ അമ്മമ്മയെ പറ്റി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ളവരെയൊന്നും നിങ്ങൾക്ക് പറഞ്ഞാലും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ വേഗം കല്യാണ ആൽബം
ഡേ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൽബം കാണണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണണം അല്ലെങ്കിൽ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ കാണണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്കതും ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ എന്നെ മറക്കാതിരിക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാം. ബൈ.